ബംഗളൂരു മൈസൂരു റെയിൽപാതയിലെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിച്ചു. നിലവിൽ മണിക്കൂറിൽ 110 കിലോമീറ്ററായിരുന്ന വേഗത 130 കിലോമീറ്ററായാണ് ഉയർത്തിയത്. പാതയിൽ ഇതിനോടകം ട്രയൽ റൺ ആരംഭിച്ചതായി കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണ അറിയിച്ചു. കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി, മൈസൂരു കൊടകു എം പി യദുവീർ കൃഷ്ണദത്ത, ചാമരാജ വാഡിയാർ എന്നിവർക്കൊപ്പം മന്ത്രി വി സോമണ്ണ പാതയിൽ പ്രത്യേക ട്രെയിനിൽ യാത്ര ചെയ്ത് പരിശോധന നടത്തി. റൂട്ടിലെ 8 സ്റ്റേഷനുകളിലെ സൗകര്യങ്ങളും സംഘം വിലയിരുത്തി. മൈസൂരിനെ ബംഗളൂരുവിന് സമാന്തരമായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് റെയിൽവേ നവീകരണമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനിടെ റെയിൽവേ വികസനത്തിന് കർണാടക സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നില്ലെന്ന് വി സോമണ്ണ ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ നിസ്സഹകരണം മൂലം പല പദ്ധതികളും വൈകുകയാണ്. 1200 കോടി രൂപയുടെ ബംഗളൂരു ചാമരാജ നഗർ കനകപുര റെയിൽവേ പദ്ധതി സ്തംഭിച്ചു നിൽക്കുന്നുവെന്നും മൈസൂരു കുശാൽ നഗർ റെയിൽ ലൈൻ പദ്ധതിയും ഇഴയുകയാണ് എന്നും കൂട്ടിച്ചേർത്തു. ബംഗളൂരു സബർബൻ റെയിൽവേയുടെ ഭൂമി ഏറ്റെടുക്കലും വൈകുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. എങ്കിലും സംസ്ഥാനത്തുടനീളം 707 പുതിയ റെയിൽവേ പാലങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികളുമായി കേന്ദ്രം മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗളൂരു മൈസൂരു റൂട്ടിൽ 2 പുതിയ മെമു ട്രെയിനുകൾ ഉടൻ ആരംഭിക്കും. മൈസൂരു മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനുകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കും. മൈസൂരു വഴി നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന മലയാളി യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും സമയം ലാഭിക്കാൻ ഈ വേഗതാ വർധനവ് സഹായിക്കും. അതിനിടെ തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം റൂട്ടിൽ വൈകാതെ ട്രെയിനുകളുടെ വേഗം കൂടും. 130 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന വിധത്തിൽ സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കാൻ ഒരുങ്ങുകയാണ് ദക്ഷിണ റെയിൽവേ. സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കുന്നതിനായി 92.31 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സിഗ്നലിംഗ് സംവിധാനം പൂർത്തിയായാൽ തിരുച്ചിറപ്പള്ളി വഴി കേരളത്തിലേക്കുള്ള ട്രെയിനുകൾക്ക് 130 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താൻ സാധിക്കും. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള അനന്തപുരി എക്സ്പ്രസ്, താമ്പരത്ത് നിന്നുള്ള കൊല്ലം എക്സ്പ്രസ് എന്നിവയ്ക്ക് മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ ഓടാം. ആദ്യം തിരുച്ചിറപ്പള്ളി ദിണ്ടിക്കൽ 96 കിലോമീറ്റർ പാതയ്ക്ക് 25.75 കോടി രൂപ ചിലവിലും ദിണ്ടിക്കൽ തിരുനെൽവേലി 220 കിലോമീറ്റർ പാതയ്ക്ക് 37.14 കോടി രൂപ ചിലവിലും തിരുനെൽവേലി തിരുവനന്തപുരം 142 കിലോമീറ്റർ റൂട്ടിൽ 29.42 കോടി രൂപ ചിലവിലുമാണ് നവീകരിക്കുക. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം റെയിൽപാത നവീകരണം പൂർത്തിയായാൽ തിരുവനന്തപുരത്ത് നിന്ന് കായംകുളത്തേക്കുള്ള സിഗ്നൽ സംവിധാനവും നവീകരിക്കും. തിരുവനന്തപുരം കായംകുളം 106 കിലോമീറ്ററിലെ സിഗ്നൽ സംവിധാനം നവീകരിക്കുന്നതിനായി 38.70 കോടി രൂപയും റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ എല്ലാ റൂട്ടിലും ട്രെയിനുകളുടെ വേഗത 130 കിലോമീറ്റർ വേഗതയിൽ എത്തിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ്. വിവിധ റൂട്ടുകളിൽ വളവ് നികത്തിലും സിഗ്നലിംഗ് മെച്ചപ്പെടുത്തിയുമാണ് ഇത്. നിലവിൽ ചെന്നൈ ആർക്കോണം, ചെന്നൈ ഗുഡൂർ, ആർക്കോണം, ജോളാർപേട്ട റൂട്ടിൽ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ചെന്നൈ തിരുച്ചിറപ്പള്ളി, ജോളാർപേട്ട, കോയമ്പത്തൂർ റൂട്ടുകളിൽ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. ചെന്നൈ ബംഗളൂരു റൂട്ടിന്റെ ഭാഗമായ ആർക്കോണം, ജോളാർപേട്ട വരെയുള്ള സിഗ്നലിൽ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ചെന്നൈ ഗുഡൂർ, ചെന്നൈ ആർക്കോണം റൂട്ടിൽ റെയിൽവേ ട്രാക്കിന്റെ ഇരുവശവും കോൺക്രീറ്റ് വേലി നിർമ്മിക്കുന്ന പ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്. അതിനിടെ വിഷു പ്രമാണിച്ച് 6 സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച റെയിൽവേ ചെന്നൈയിൽ നിന്ന് മംഗളൂരുവിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. ഏപ്രിൽ 9 വ്യാഴാഴ്ച ബംഗളൂരു ജംഗ്ഷൻ ചെന്നൈ ഇഗ്മോർ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുകയാണ്. ഏപ്രിൽ 10 വെള്ളിയാഴ്ച ചെന്നൈ ഇഗ്മോർ മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തി. ഏപ്രിൽ 11 ശനിയാഴ്ച മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് 6 മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 6:30 തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. റിസർവേഷൻ ഏപ്രിൽ 9 ആരംഭിക്കും. ഏപ്രിൽ 12 ഞായറാഴ്ച തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ ട്രെയിൻ സർവീസ് നടത്തും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. റിസർവേഷൻ ഏപ്രിൽ 9 രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. ഏപ്രിൽ 15 മംഗളൂരു സെൻട്രൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്കും ട്രെയിൻ സ്പെഷ്യൽ സർവീസ് നടത്തും. ഏപ്രിൽ 15 വൈകിട്ട് 4 മണിക്ക് മംഗളൂരു സെൻട്രൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 10:45 ചെന്നൈ എഗ്മോറിലെത്തും. കാസർഗോഡ്, കാഞ്ഞങ്ങോട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. റിസർവേഷൻ ഏപ്രിൽ 9 ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.